നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. രാജ്യത്തിൻ്റെ 2025-2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വാർഷിക ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 1 മണിക്കൂറിനുള്ളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. രാജ്യത്തിൻ്റെ സമഗ്ര മേഖലകളെയും സ്വാധീനിക്കാൻ ശക്തിയുള്ള ഈ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകും ധനമന്ത്രി ഉൾപ്പെടുത്തുക എന്നുള്ളതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവും നടത്തിയ ചില പരാമർശങ്ങൾ ബജറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്നതിൻ്റെ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇടത്തരക്കാർക്ക്, സാധാരണക്കാർക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന സൂചന ഇരുവരും തങ്ങളുടെ പ്രസംഗത്തിൽ നൽകിയിരുന്നു. മിഡിൽ ക്ലാസ് എന്ന വാക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 തവണയാണ് പരാമർശിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ ഒരു പരാമർശം കൂടി എടുത്തു പറയാം. സാധാരണക്കാരുടെ, ഇടത്തരക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലെത്തുകയുള്ളൂ, ആ രാജ്യത്തിൻ്റെ വളർച്ച ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് രാഷ്ട്രപതിയും ലക്ഷ്മി ദേവി ഇടത്തരക്കാരെ, സാധാരണക്കാരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റിൽ ഇടത്തരക്കാർക്കായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന ഒരു വ്യക്തമായ സൂചന ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ജനങ്ങളുടെ ക്രയവിക്രയശേഷി, വിനിമയശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? ആദായ നികുതി ഘടനയിൽ കാതലായ ഒരു പൊളിച്ചെഴുത്തൽ ഉണ്ടാകുമോ? വിനിമയശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെ നടപടികൾ കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തും? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുണ്ട്. 1 മണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അമൃത ടിവിയുടെ പ്രത്യേക ബജറ്റ് വിലയിരുത്തൽ അവലോകന പരിപാടി ബജറ്റ് ബ്രീഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. രാജ്യത്തെ ആദായ നികുതി ഘടനയിൽ കാതലായൊരു പൊളിച്ചെഴുത്തിന് ധനമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രസക്തമായ പ്രധാനപ്പെട്ടൊരു ചോദ്യം. അത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന വിലയിരുത്തലിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വസ്തുത, നിലവിൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അത് 5 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് കേന്ദ്ര ധനമന്ത്രി എത്തുമോ എന്നുള്ളതാണ്. 10 ലക്ഷം വരെയുള്ള വരുമാന പരിധിക്ക് ഇളവുകൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലുമുണ്ട്. ആദായ നികുതി പുതിയ സ്കീമിലേക്ക് നികുതിദായകരെ എത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന വിലയിരുത്തൽ ശക്തമാണ്. പക്ഷേ അതിന് ഉത്തരം കിട്ടാൻ 1 മണിക്കൂർ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. തുടർന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ധനക്കമ്മി നിയന്ത്രണത്തിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആദായ നികുതി ഘടന പൊളിച്ചെഴുതുമോ എന്ന ചോദ്യത്തോടൊപ്പം തന്നെ ധനക്കമ്മി നിയന്ത്രണത്തിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യ ഭീഷണി നിലനിൽക്കെ പല രാജ്യങ്ങളും മാന്ദ്യത്തിൻ്റെ പിടിയിലായിരിക്കെ സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ച 6.4% കുറയുമെന്ന് സാമ്പത്തിക സർവേ വ്യക്തമാക്കുമ്പോൾ വളർച്ച ത്വരിതപ്പെടുത്താൻ എന്തെല്ലാം നടപടികളുണ്ടാകും? ട്രംപ് ഭരണകൂടത്തിൻ്റെ വ്യാപാര യുദ്ധത്തെ കരുതിയിരിക്കണമെന്ന ദേശീയ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ നിർദ്ദേശം ഉൾപ്പെടെ ബജറ്റിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നും കണ്ടറിയണം. ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ക്ഷേമ പദ്ധതികളിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബദൽ മാർഗമായി തേടുമോ എന്നിങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ധനക്കമ്മി നിയന്ത്രണത്തിലുള്ള നടപടികൾ എന്തെല്ലാം എന്ന ചോദ്യത്തിനും അല്പസമയത്തിനകം ഉത്തരം ലഭിക്കും. സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചത് 9%. നിലവിൽ 6% നിൽക്കുന്ന ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. രാജ്യത്തെ സ്വർണ്ണാഭരണ വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതുൾപ്പെടെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ ബജറ്റിലെ തീരുമാനം. പക്ഷേ രൂപയുടെ മൂല്യം ഇടിഞ്ഞതുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ഇറക്കുമതി തീരുവ കുറച്ചതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനൊരു നീക്കത്തിലേക്ക് ധനമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് സ്വർണ്ണാഭരണ വിപണി ഉൾപ്പെടെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനും അല്പസമയത്തിനകം ഉത്തരം ലഭിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളത്. നിരന്തരം അവർ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. PF ഉൾപ്പെടെ അടിസ്ഥാന പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ശക്തമാണ്. അതിന് ധനമന്ത്രി ചെവി കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.
ജനങ്ങളുടെ വിനിമയശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കും സർക്കാർ എന്ന പൊതു വിലയിരുത്തലുള്ളപ്പോൾ ഈ അടിസ്ഥാന പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിൽ അനുകൂലമായൊരു നിലപാട് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മറ്റൊരു പ്രസക്തമായ പ്രധാനപ്പെട്ട ചോദ്യം സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നലുണ്ടാകുമോ എന്നുള്ളതാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. അത് രാജ്യത്തിൻ്റെ പൊതുവായുള്ള വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്ന വിലയിരുത്തലുകൾക്കിടെ കൂടുതൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും പബ്ലിക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും പ്രൈവറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് തമ്മിലുള്ള കാര്യമായ അന്തരം അത് ഗുണപരമായ മാറ്റങ്ങൾക്കുപരി ചില ദോഷകരമായ ഘടകങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വകാര്യവൽക്കരണത്തിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഊന്നൽ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കി അരങ്ങൊരുക്കി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ബജറ്റിലും ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത് മാത്രമല്ല ഒട്ടേറെ ചോദ്യങ്ങൾ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ഗ്രാമീണ നഗരവികസനം തുടങ്ങി സമസ്ത മേഖലയുമായും ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇളവുകൾ ഉണ്ടാകുമോ അതോ ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രഖ്യാപനങ്ങളാണോ കൂടുതൽ ഉണ്ടാവുക എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കണം. ആഗോള സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ ശക്തമായ വെല്ലുവിളികൾ ഉയരുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ശ്രീ എൻ നിയതി, ഡോക്ടർ ശ്രീമതി മേരി ജോർജ് മികച്ച സാമ്പത്തിക വിദഗ്ധരാണ്. അമൃത വാർത്തകൾക്കൊപ്പം ഈ ബജറ്റിൻ്റെ ഡീകോഡിങ്ങിനായി, ബജറ്റിൻ്റെ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കായി ഈ രണ്ട് സാമ്പത്തിക വിദഗ്ധരും ചേരും. അതിനു മുമ്പ് രാജേഷ് ഉള്ളൂർ കൂടി ചേരുന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശനിയാഴ്ചയാണെങ്കിലും നമ്മുടെ ഓഹരി വിപണിയുടെ ഒരു പ്രത്യേക സെഷൻ ഇന്നുണ്ടാകും. ഓഹരി വിപണിയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഈ ബജറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ന് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഇനിയിപ്പോൾ 51 മിനിറ്റ് മാത്രമേ ഉള്ളൂ പൊതു ബഡ്ജറ്റിനുള്ള സമയം. ധനമന്ത്രി പാർലമെൻറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു. പാർലമെൻറ്റിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ ബഡ്ജറ്റ് അവതരണം ആരംഭിക്കും. വളരെ പ്രതീക്ഷയിലാണ് രാജ്യം. മറ്റൊന്ന്, ഇന്നത്തെ ഓഹരി വിപണിയിലെ നേട്ടമാണ്. സ്വാഭാവികമായും ഇന്നത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഓഹരി വിപണിയെ ബന്ധിപ്പിക്കുമ്പോൾ അത് അങ്ങനെ കാണുന്നവരുണ്ട്. ബഡ്ജറ്റിന് മുന്നോടിയായി ഓഹരി വിപണിയിലെ നേട്ടമെന്നാണ്. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ അതിനെ അങ്ങനെയായി പൂർണ്ണമായി കാണുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് എഫക്റ്റ് വന്നതാണ് ഒരു മാറ്റം. അതായത് അതുകൊണ്ടാണ് ആഗോള എക്വിറ്റി മാർക്കറ്റുകളിൽ ഒരു ചെറിയൊരു ചലനമുണ്ടായത്. ആ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഓഹരി വിപണിയിൽ മാറ്റമുണ്ടായിരിക്കുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ വിപണി വിലയിരുത്തുന്നവർ അതിനെ കാണുന്നത്. എന്തായാലും ധനകാര്യ ഓഹരികളിൽ ചെറിയ മുന്നേറ്റമുണ്ട്. തുടക്കത്തിൽ തന്നെ നിഫ്റ്റിയും സെൻസെക്സും നേട്ടത്തോടെയാണ് മുന്നേറിയത്. ഇപ്പോൾ ഏകദേശം 900 പോയിൻറ്റിന് മുകളിലാണ് സെൻസെക്സ്, അതോടൊപ്പം 300 പോയിൻറ്റിന് മുകളിലാണ് നിഫ്റ്റി. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് വിപണി മുന്നോട്ട് പോകുന്നത്. ബാങ്കിങ് സംവിധാനങ്ങൾക്ക് പണലഭ്യത വർദ്ധിപ്പിക്കാൻ RBI എടുത്ത നടപടികളിൽ വിപണിക്ക് തുടർച്ചയായി എന്ന ഒരു അവലോകന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, ഈ വിപണിയുമായിട്ടല്ല, ഈ ബഡ്ജറ്റുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറഞ്ഞു എന്നതാണ്. അതൊരു പക്ഷേ നമുക്ക് ഈ ബഡ്ജറ്റുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി നമുക്ക് ഓഹരി വിപണിയിലേക്ക് വന്നാൽ, ഈ ബഡ്ജറ്റിന് മുന്നോടിയായി ഇന്ന് നടന്ന പ്രത്യേക ട്രേഡിംഗ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ട്രേഡിംഗ് സെക്ഷനിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ ഈ സെൻസെക്സും നിഫ്റ്റിയും മികച്ച ഒരു നേട്ടം ഉണ്ടാക്കും എന്ന് നേരത്തെ തന്നെ ഒരു പ്രവചനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ എടുത്തു പറയാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് മറുഭാഗം വാദിക്കുന്നവരുണ്ട്. പ്രതീക്ഷകൾ കുറവാണ്, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഓഹരി വിപണിയിൽ പ്രതീക്ഷകൾ കുറവാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് മേഖലയൊക്കെ ഇപ്പോൾ മുന്നേറ്റത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ ചിലപ്പോൾ വീഴ്ച താഴ്ചകൾ വന്നേക്കാം എന്ന ഒരു സൂചനയും ഈ വിപണി വിലയിരുത്തുന്നവർ നിരീക്ഷിക്കുന്നുണ്ട്. കെ രാജേഷിലേക്ക് മടങ്ങി വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്തെ രണ്ട് പ്രമുഖർ, സാമ്പത്തിക വിദഗ്ധർ, ഡോക്ടർ
എൻ നിയതിയും അതുപോലെ ഡോക്ടർ മേരി ജോർജും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾക്കായി ചർച്ചകൾക്കായി അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. കാരണം വളരെ ആധികാരികമായി തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനും അതിൻ്റെ സങ്കീർണമായ തലങ്ങളിൽ നിന്ന് അത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ വിശദീകരിക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേർക്കും അമൃത വാർത്തകളിലേക്ക്, അമൃത ന്യൂസിൻ്റെ ബജറ്റ് ബ്രീഫ് എന്ന ഈ പ്രത്യേക ബജറ്റ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ എൻ നിയതിയിലേക്കാണ്. ഡോക്ടർ നിയതി, ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ ബജറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ മുന്നോടിയായി നയപ്രഖ്യാപന പ്രസംഗമുണ്ടായിരുന്നു. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 8 തവണയോളം മിഡിൽ ക്ലാസ് എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. അടിസ്ഥാന വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഇടത്തരക്കാരുടെ മിഡിൽ ക്ലാസിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടൂ, വികസന വേഗം കൈവരിക്കാൻ കഴിയൂ എന്നതുൾപ്പെടെ മിഡിൽ ക്ലാസ്സിനെ ഏതൊക്കെ രീതിയിൽ പരിഗണിക്കണമെന്നുള്ള കാര്യം രാഷ്ട്രപതി പറയുമ്പോൾ ഇടത്തരക്കാരെ കൂടുതൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് വ്യക്തമാക്കുന്നതോടുകൂടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഈ ബജറ്റിൽ ഇടത്തരക്കാർക്ക് കാര്യമായ പരിഗണന ഉണ്ടാകും എന്ന വ്യക്തമായൊരു സൂചന നൽകിയാണ്. ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി 50 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ നമ്മുടെ സാമ്പത്തിക സർവേയിലും രാഷ്ട്രത്തലവന്മാരായ രണ്ട് വ്യക്തിത്വങ്ങളുടെയും പരാമർശങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെ വായിച്ചെടുക്കണം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ലോകത്തെ ജനസംഖ്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണുള്ളത്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ജനസംഖ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾ, ഏകദേശം 60% സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത്. ആ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ പുരോഗതിയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം പ്രധാനമന്ത്രിയും നയപ്രഖ്യാപനത്തിലും സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നയപരിപാടികളിൽ മാറ്റം വരുത്തുന്ന ഒരു ബഡ്ജറ്റായിരിക്കും 2025-26 എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഈ 2024-25 വർഷം നോക്കുന്ന അവസരത്തിൽ ഇന്ത്യയിലെ 2 പ്രധാന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ ഉപഭോഗ നിരക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും അർബൺ ഉപഭോഗ നിരക്ക്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഉപഭോഗ നിരക്ക് അല്പം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷനിൽ അല്ലെങ്കിൽ വിലക്കയറ്റത്തിൽ നാമമാത്രമായ താഴ്ച വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മളുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കാപ്പക്സ്, മൂലധന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരികയാണ്. ഈ കാരണം കൊണ്ടാണ് 2023-24 നമ്മുടെ ദേശീയ വളർച്ചാ നിരക്ക് കഴിഞ്ഞ വർഷത്തെ 8.2 നിന്നും ഈ വർഷം 6.4 കുറയാനുള്ള കാരണവും അത് വീണ്ടും 2025-26 6.8% ഉയർത്താൻ കഴിയും എന്ന് നമ്മുടെ എക്കണോമിക് റിവ്യൂ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം 2025-26 ബഡ്ജറ്റിനെ നമ്മൾ കാണുവാനും വിലയിരുത്തുവാനും. 2024-25-26 ബഡ്ജറ്റിന് ചില സവിശേഷതകളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 2024-25 ലക്ഷ്യമിട്ട രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിയാതെ വന്നു. ഏകദേശം 1.4% വളർച്ച കുറവാണ് കൈവരിക്കാൻ സാധിച്ചത്. അത് നമ്മളുടെ ഉപഭോഗ നിരക്കിലുണ്ടായ കുറവും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാപ്പക്സ്, അതായത് പബ്ലിക് സെക്ടറിലെ മൂലധന നിക്ഷേപത്തിലുള്ള കുറവും അതനുസരിച്ച് സ്വകാര്യ മേഖലയുടെ നിക്ഷേപം കൂട്ടാൻ കഴിഞ്ഞില്ല എന്നാണ് എക്കണോമി പോലും സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, വിദേശ ഘടകങ്ങളും നമ്മുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞതും നമ്മുടെ വിദേശ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള കമ്മി, വിദേശ വ്യാപാര കമ്മി ഉയരുവാനുള്ള കാരണം. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് സമഗ്രമായ ഒരു നിർദ്ദേശങ്ങളായിരിക്കും ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അവിടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഇൻകം ടാക്സിൽ നേരിയ കുറവ് വരുത്തിയേക്കാം, തീർച്ചയായിട്ടും സ്ലാബിലും മാറ്റം വരാം, അതുപോലെ ഇൻകം ടാക്സ് റേറ്റിലും കുറവ് വന്നേക്കാം. അതിന് പ്രധാന കാരണം ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചിരിക്കും ജനങ്ങളുടെ ഉപഭോഗ നിരക്ക്.
ഇവിടെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നവരിൽ കൂടുതൽ ഇടത്തരക്കാരാണ്. അവരുടെ ഇൻകം ടാക്സ് റേറ്റിൽ കുറവ് വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഉപഭോഗ നിരക്ക് കുറയും. പിന്നെ രണ്ടാമത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന ഇപ്പോൾ RBI ലക്ഷ്യമിട്ടുള്ള ശരാശരി 4 മുതൽ 6 വരെ വിലക്കയറ്റമാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത് 5ലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചില മേഖലകളിലൊക്കെ 6ന് മുകളിലാണ്. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ധന വിലയിലെ അടിസ്ഥാന ഡ്യൂട്ടിയിൽ ബേസിക് ഡ്യൂട്ടിയിൽ നേരിയമായ കുറവ് വരുത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും അതേപോലെ തന്നെ വിലക്കയറ്റം അല്ലെങ്കിൽ നാണയപ്പെരുപ്പം പിടിച്ചു നിർത്തുവാനും കഴിയുകയുള്ളൂ. അന്നേരം ഇൻകം ടാക്സിലും അതേപോലെ തന്നെ ഇന്ധന നികുതിയിലും നേരിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഞാൻ ഈ ബഡ്ജറ്റിൽ കാണുന്നത്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ശ്രീ ഡോക്ടർ നിയതി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് കൂടി ചേരുകയാണ്. ശ്രീമതി ഡോക്ടർ മേരി ജോർജ്, ആഗോളതലത്തിൽ സാമ്പത്തിക മേഖല പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേ ഒരു ശുഭപ്രതീക്ഷയാണ് വയ്ക്കുന്നത് രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിൽ. അതേസമയം പ്രതിപക്ഷം വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ തലങ്ങളിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ഒരു 40 മിനിറ്റിൽ താഴെ സമയം മാത്രം ബാക്കി നിൽക്കെ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേയുടെയും നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചില പരാമർശങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ബജറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? മിസ്റ്റർ കൃഷ്ണകുമാർ, നേരത്തെ ബേബി വളരെ നല്ലൊരു അവലോകനമാണ് നടത്തിയത്. അതുപോലെ പിന്നെ സാമ്പത്തിക സർവേ നമ്മൾ നന്നായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അത്ര വലിയ ശുഭപ്രതീക്ഷയല്ല സാമ്പത്തിക സർവേ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അതായത് ഈ തരത്തിൽ പോയാൽ 8% ശരാശരി വളർച്ചാ നിരക്ക് വരും വർഷങ്ങളിൽ 8% പിടിച്ചു നിർത്താൻ പറ്റിയാൽ മാത്രമേ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ 6.3%-നും 6.8%-നും ഇടയിലായിരിക്കും വളർച്ച എന്ന് പറയുന്നുണ്ട്. അതായത് 8%-ൽ വളരെ താഴെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സമ്പദ്ഘടനയിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയെ ബാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് തൊഴിലില്ലായ്മ, രണ്ടാമത് ഇൻഫ്ലേഷൻ, മൂന്നാമത് അതായത് വിലക്കയറ്റം, മൂന്നാമത് അസമത്വം. ഈ അസമത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് 8 പ്രാവശ്യം മിഡിൽ ക്ലാസ് എന്ന അസമത്വ വർധന ചൂണ്ടിക്കാണിക്കുന്നതാണ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് 8 പ്രാവശ്യം അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ മിഡിൽ ക്ലാസ്സിനെ ഉദ്ധരിക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നു എന്നുള്ളത് തന്നെ ഈ 3 പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതൊക്കെ വളരെ പ്രധാനമാണ്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ 2047 വരെയുള്ള വർഷങ്ങൾ, പ്രത്യേകിച്ചും ഈ 2025-26 വർഷം, 24-25 വർഷത്തിലെ അവസാന ക്വാർട്ടറിൽ പ്രതീക്ഷിച്ച വളർച്ച നേടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല? മിസ്റ്റർ ബേബി അത് പലതും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം ക്യാപെക്സ്, അതായത് പബ്ലിക് സെക്ടർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 16% കഴിഞ്ഞ 4 വർഷമായിട്ട് 16% വെച്ച് വളർന്നുകൊണ്ടിരിക്കുക. 19-20 മുതൽ ഈ 23-24 വരെയുള്ള വർഷങ്ങളിൽ 16% വെച്ച് വളർന്നു. പക്ഷേ അത് 24-25 വളർച്ച താഴോട്ട് പോയി. എന്തുകൊണ്ട്? ജനറൽ ഇലക്ഷൻ വന്നു. അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇലക്ഷനിലേക്ക് മാറി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടിവ് പറ്റിയത്. കാരണം കഴിഞ്ഞ ബജറ്റിൽ അങ്ങനെയല്ല പറഞ്ഞത്. 23-24 ബജറ്റിൽ വലിയ തോതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറഞ്ഞുപോയി. കാരണം ഇത് തന്നെ, ഇലക്ഷൻ വന്നു എന്നത് തന്നെ. ഇനി കഴിഞ്ഞ ഈ 2019-20 മുതൽ 23-24 വരെയുള്ള വളർച്ച ശരാശരി ക്യാപെക്സ് പബ്ലിക് പൊതുമേഖലയുടെ ചെലവ്, മൂലധന ചെലവ് 16% വെച്ച് വളർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വകാര്യ മേഖലയിലെ വളർച്ച 12%. സാധാരണ സാമ്പത്തിക ശാസ്ത്രം പൊതുമേഖല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ
അത് ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖല, സ്വകാര്യ മൂലധനം ഒഴുകിയെത്തും എന്നാണ് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ അതിവിടെ സംഭവിച്ചില്ല. 16% ഗ്രോ ചെയ്തു പിന്നെ അതാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ 12% സ്വകാര്യ മൂലധനം വർദ്ധിച്ചുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന് പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് FMCG, അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, വിലയേറിയ ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള നമ്മുടെ കൺസ്യൂമർ ഐറ്റംസ്. ആ കൺസ്യൂമർ ഐറ്റംസിൻ്റെ ഒക്കെ വിപണിയിൽ നിന്ന് ഇന്ത്യൻ നിക്ഷേപകരെ, ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഇവിടെ വിദേശ നേരിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു വരുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവരൊക്കെ കടന്നുകയറ്റം സ്ഥാപിക്കുന്നത്. അതായത് അവർ ഇന്ത്യൻ വിപണിയെ, ഇന്ത്യൻ ഉൽപ്പാദകരെ ഞെരിച്ചു കൊന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് നമ്മുടെ വിപണിയിൽ ഇറക്കുന്നു. വലിയ തോതിലുള്ള എന്താണ് പറയുക, അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നടത്തി വലിയ വിപണി വിലയിൽ നിന്ന് വളരെ കുറച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകർഷിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഡീമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ MSME സെക്ടർ, അവയാണ് ഇന്ത്യയിലെ തൊഴിൽദാതാക്കൾ, അവയാണ് ഇന്ത്യയിലെ FMCGയുടെ വലിയ ഉൽപ്പാദകർ. ഇവർക്കൊക്കെ ഡീമോണിറ്റൈസേഷന് ശേഷം ഒരു നിലം പരിശായ അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് പതുക്കെ സർവൈവ് ചെയ്ത് വന്നു തുടങ്ങിയപ്പോഴേക്കുമാണ് ഈ പറയപ്പെട്ട, അതായത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്ന രീതി, ഇതോടുകൂടിയാണ് ഈ റീറ്റെയിൽ പിന്നെ സെയിൽസ്, ആമസോൺ പോലെയുള്ളവർക്ക് ഇവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കാമെന്ന ഒരു നയം കൊണ്ടുവരുന്നത്. ആ നയം തീർച്ചയായിട്ടും ഇവിടുത്തെ MSME സെക്ടറിനെ തകർക്കുന്ന നയമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കരകയറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വന്നോട്ടെ, ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ വന്ന് വിറ്റോട്ടെ, പക്ഷേ വന്ന് വിൽക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളായിരിക്കണം എന്നൊരു കണ്ടീഷൻ വെക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങും. അവരിതിനേക്കാൾ വില കുറഞ്ഞ് കിട്ടുന്ന ഇതര രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി ഇവിടെ അത് ഓഫ്ലോഡ് ചെയ്യില്ല, ഇന്ത്യയിൽ നിന്ന് അവർ വാങ്ങും. അപ്പോൾ നമ്മുടെ MSME സെക്ടർ സർവൈവ് ചെയ്യും. നമ്മുടെ തൊഴിലില്ലായ്മയ്ക്കും, അതായത് ഇന്ത്യയിലെ തൊഴിലിൻ്റെ 96% വരെ കൊടുക്കുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ആ എൻ്റർപ്രൈസസ് ആണ് ഇപ്പോൾ തളർന്നു കിടക്കുന്നത്. അപ്പോൾ അവരെ ഉണർത്തണമെങ്കിൽ എന്താ വേണ്ടത്? അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങിച്ച് വിൽക്കുന്ന, വലിയ തോതിൽ വിറ്റുപോകുന്ന അവസ്ഥയുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MSME സെക്ടറിനെ, അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഉൽപ്പാദനം കൂടും, നിക്ഷേപം കൂടും, സ്വകാര്യ നിക്ഷേപം കൂടും, അതുപോലെ തന്നെ തൊഴിലും സൃഷ്ടിക്കപ്പെടും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ. ILO പറഞ്ഞിരിക്കുന്നത് 82% തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ അഭ്യസ്ത വിദ്യരിൽ എന്നാണ് പറഞ്ഞത്. പ്രീ ഡിഗ്രിക്ക് മുകളിൽ വിദ്യാഭ്യാസമുള്ള ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണെങ്കിൽ MSME സെക്ടർ ഉണർന്നെഴുന്നേറ്റേ പറ്റൂ. അതാരും, ഏത് അന്ധനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ MSME സെക്ടറിന് അതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. നിങ്ങൾ വിറ്റോളൂ ഇന്ത്യയിൽ, പക്ഷേ ഇന്ത്യയിൽ നിന്ന് വാങ്ങണം. ആ ഒറ്റ കണ്ടീഷൻ മതി. അതുപോലെ തന്നെ മിസ്റ്റർ ബേബി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ വിലക്കയറ്റം. അപ്പോൾ വിലക്കയറ്റം തടയാനുള്ള, വിലക്കയറ്റം എന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഉപഭോക്തൃ വിലക്കയറ്റമാണ്. അതും പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ, വെജിറ്റബിൾസ് അടക്കം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റമാണ് നിയന്ത്രണാതീതമായി ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇവിടെ വളരെ പ്രകടമായിട്ടും ഉള്ള ഒരു വലിയ പ്രശ്നം. അതിന് ഒന്നാമത് ഇൻകം വർദ്ധിക്കണം. ഈ വിലക്കയറ്റം വലിയ സീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എപ്പോൾ തൊഴിൽ വർദ്ധിച്ചാൽ എല്ലാവരുടെയും കയ്യിൽ പൈസ കിട്ടും, തൊഴിലുള്ളവരുടെ. അപ്പോൾ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വിഷമമില്ല. അങ്ങനെ വരുമ്പോഴത്തേന് ഈ 5%, 5.5%, 6% വിലക്കയറ്റം എന്ന് പറയുന്നതിനെ നമുക്ക് പിടിച്ചു നിർത്തുന്നത് പോലെ ഒരു സഹായകരമായ അവസ്ഥ വരും. ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ മേരി ജോർജ്, വളരെ വ്യക്തമാണ് താങ്കൾ നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോൾ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തൻ്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി 25 മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന്. ഇനി ഈ ബജറ്റുമായി ബന്ധപ്പെട്ട്
വിവിധ വിഷയങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ആദായ നികുതി ഘടനയിൽ കാര്യമായൊരു പൊളിച്ചെഴുത്തുണ്ടാകുമോ, അത് മധ്യവർഗത്തിന്, അതായത് ശമ്പളക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഗുണകരമാകും, 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ, ആദായ നികുതി പരിധിയിൽ ഗണ്യമായൊരു വർധന അത് 5 ലക്ഷത്തിലേക്ക് ഉയർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കാര്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാനൊരു നീക്കം കഴിഞ്ഞ തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9% കുറവ് വരുത്തി ഇപ്പോൾ 6%-ലേക്കാണ് അത് നിജപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യം നേടാൻ കഴിയാത്തതുകൊണ്ട് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമോ, വർദ്ധിപ്പിച്ചാൽ അത് സ്വർണ്ണവിലയിൽ ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക് കൂടി, അതായത് കേരളം ഈ ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം. മുൻകാലങ്ങളിൽ കേരളം വലിയ പ്രതീക്ഷയോടുകൂടി ബജറ്റിനെ സമീപിക്കാറുണ്ട്. പലപ്പോഴും കേരളത്തിൻ്റെ ആ പ്രതീക്ഷ ആസ്ഥാനത്താവുകയും നിശ്ചിതമായ വിമർശനം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. NDAയിലെ പല ഘടകകക്ഷികളുടെയും സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിന് കിട്ടാറില്ല എന്ന വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉയരാറുണ്ട്, കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉയരാറുണ്ട്. ഇത്തവണ കേരളം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയുണ്ടായി. ചില പ്രതികരണങ്ങൾ അമൃത ന്യൂസ് തേടിയിരുന്നു. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ വിഷയത്തിൽ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. നമുക്ക് ആദ്യം ആ പ്രതികരണം കണ്ടതിന് ശേഷം മടങ്ങി വരാം. സത്യം പറയട്ടെ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച്. കാരണം ഇതുവരെയുള്ള കഴിഞ്ഞ NDA സർക്കാരിൻ്റെ ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസ്കലി വളരെ യാഥാസ്ഥിക സമീപനോ, തുടർച്ചയായിട്ട് സർക്കാർ ചെലവ് ദേശീയ വരുമാനത്തിന് ശതമാനമായി കണക്കാക്കിയാൽ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 14.9% തുടർച്ചയായിട്ട് 3 വർഷം കുറഞ്ഞു വരികയാണ്. ഈ വർഷവും കുറയ്ക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇത്തവണയെങ്കിലും എയിംസ് കിട്ടുമോ? നിസ്സാര പൈസകൾ കേട്ടോ. ആനവായിൽ അമ്പഴങ്ങ പോലെയാണ് കേന്ദ്ര സർക്കാരിന് ഒരു എയിംസ് എന്നൊക്കെ പറഞ്ഞത്. അത് കോൺഗ്രസ് ഒന്നും നിന്നിട്ടില്ല, BJP ഒന്നും നിന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന് ഏറ്റവും ആവശ്യം, കാരണം പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ ഒക്കെ തയ്യാറായി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഉയർന്ന ആരോഗ്യ കേന്ദ്രങ്ങളാണ്. 24,000 കോടിയുടെ ഒരു പാക്കേജ്, സ്പെഷ്യൽ പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന് ഈ പാക്കേജ് തരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്രം തന്നെയല്ലേ. ന്യായമായിട്ടും കേട്ടേണ്ട വായ്പ അതെടുത്തോളാൻ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ. വയനാട് പാക്കേജ് തരണമെങ്കിൽ ബഡ്ജറ്റിലൂടെയല്ല, നേരത്തെ പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് വയനാട് പാക്കേജിലൊന്നും ഞാൻ സത്യം പറയട്ടെ, വളരെ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിങ്ങനെ കാത്തുനിന്നിരിപ്പില്ല. ഞാൻ നോക്കാം 2 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്പെൻഡിച്ചർ GDP റേഷ്യോ ഇനിയും താഴുന്നു. 2, സോഷ്യൽ എക്സ്പെൻഡിച്ചർ വീണ്ടും വെട്ടിക്കുറയ്ക്കും. ഇതാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു ഇടതുപക്ഷ പ്രതിനിധിയുടെ പ്രതികരണം. നമുക്കിനി കോൺഗ്രസിൻ്റെ പ്രതികരണം കൂടി കാണാം. K മുരളീധരൻ, മുൻ KPCC അധ്യക്ഷൻ, അദ്ദേഹം അമൃത വാർത്തകളോട് നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ 1-ാം തീയതി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ വളരെ പ്രതീക്ഷയുള്ളത്, ഒന്ന്, വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം, അത് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതുവരെയായിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഈ ബഡ്ജറ്റിൽ ഒരുപാട് പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിലാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതി, വന്യജീവി ആക്ടിലായാലും ഭേദഗതി വ്യക്തികളെ പ്രാവർത്തികമാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഈ ബഡ്ജറ്റിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനുള്ള കേന്ദ്ര സഹായം, സ്റ്റേറ്റിന് എല്ലാ വർദ്ധനയും താങ്ങാൻ കഴിയില്ല. സ്റ്റേറ്റ് വലിയ വിരാതം പറഞ്ഞെങ്കിലും കേന്ദ്ര സഹായം ലഭ്യമാവാതെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോവില്ല. തൂത്തുക്കുടിക്കും മറ്റും കൊടുത്ത സൗജന്യം വിഴിഞ്ഞത്തിനും നൽകണം. ആ പ്രഖ്യാപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൽവേയുടെ കാര്യത്തിൽ ആലപ്പി എറണാകുളം റെയിൽവേ ലൈൻ ഡബിൾ ലൈനാക്കുന്നതിൻ്റെ ഫണ്ട്, കൂടുതൽ ഫണ്ട് അതിന് അനിവാര്യമാണ്. അതോടൊപ്പം അതിലിപ്പോൾ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതിൽ സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേയുടെ സഹായം ഉണ്ടാവണം. തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ്റെ വികസനം, കൂടുതൽ ട്രെയിനുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ,
അതുപോലെ കോഴിക്കോട് കണ്ണൂർ പിറ്റ് ലൈൻ, ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. അതിനെ തകർക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതാണിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന പ്രതികരണം. കാലങ്ങളായി ബജറ്റ് അവതരണ വേളയിൽ എയിംസ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വയ്ക്കുകയും ബജറ്റിന് ശേഷം നിരാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുമുണ്ട്. നിശ്ചിതമായ വിമർശനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുമുണ്ട്. ഇത്തവണ ബജറ്റിൽ കേരളത്തിനായി എന്തൊക്കെ കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. ഇനി 30 മിനിറ്റുകൾ മാത്രമാണ് ബജറ്റ് അവതരണത്തിന് ശേഷിക്കുന്നത്. ഡോക്ടർ എൻ നിയതി, നമ്മൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു വിമർശനം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ NDAയുടെ ഘടകകക്ഷികളുടെ സംസ്ഥാനങ്ങൾക്ക്, ഉദാഹരണത്തിന് ബീഹാറും അതുപോലെ ആന്ധ്രയ്ക്കുമൊക്കെ കൊടുക്കുന്ന പരിഗണന കേരളത്തിന് കിട്ടാറേയില്ല. അതിനപ്പുറത്തേക്ക് ന്യായമായ ആവശ്യങ്ങളെങ്കിലും പരിഗണിക്കണം എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ മറ്റു പാർട്ടികളുമൊക്കെ സ്വീകരിക്കാറുണ്ട്. ഇതിന് പലപ്പോഴും കൃത്യമായൊരു മറുപടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകാറുമുണ്ട്, അവരുടേതായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട്. നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളം കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ബജറ്റിൽ ഏതൊക്കെ തലത്തിൽ കേരളം പരിഗണിക്കപ്പെടാനാണ് സാധ്യത? കേരളത്തിൻ്റെ 2025-26 ബഡ്ജറ്റിലെ കേരളത്തിന് എന്ത് കിട്ടും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, കേരള ധനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച 24,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. പിന്നെ അതിന് പുറമെയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പാക്കേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വന്യജീവി ആക്രമണത്തിൻ്റെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി വയനാട് ജില്ലയ്ക്ക് കൊടുക്കണം, അതിൽ വയനാട് ഇടുക്കി ജില്ലയ്ക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ വയനാടുണ്ടായ ദുരന്തത്തിനുള്ള സഹായം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയം മറന്നു വെച്ചിട്ട് ഒരു പരസ്പര ധാരണയും അതേപോലെ തന്നെ വ്യക്തമായ പ്രോജക്റ്റുകളും തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കേണ്ടുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരിതാപകരമായ ഒരവസ്ഥ. ഇപ്പം കേരളത്തിലെ ഒരു ഉദാഹരണത്തിന് ഇപ്പം വിഴിഞ്ഞത്തിന് 5,000 കോടി രൂപയുടെ ഒരു പാക്കേജ് വേണമെന്ന് പറയുന്നുണ്ട്. ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിന് വേണ്ടി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യങ്ങളാകുന്ന റോഡ് വേണം, റെയിൽവേ വേണം, അങ്ങനെയുള്ള റിംഗ് റോഡിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൂടെ ചേർത്തിട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് കിട്ടും എന്നുള്ളത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയാണ് വേണ്ടത്. അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് പരിതാപകരമായ ഒരവസ്ഥ. അതുപോലെ തന്നെ വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ കാര്യം ഇപ്പം നമ്മൾ 2,000 കോടി ചോദിച്ചിട്ടുണ്ട്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെ കണക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ കണ്ടിട്ട് കേരളത്തിനുണ്ടായ നഷ്ടം എത്രയാണ്, ഇതിൽ കേരളത്തിൻ്റെ വിഹിതം എത്രയാണ്, ദുരിതാശ്വാസ ഫണ്ട് വഴി എത്ര കളക്ട് ചെയ്തിട്ടുണ്ട്, ഇതുവരെ എന്ത് ചെലവഴിച്ചിട്ടുണ്ട്, ഇനി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്ത് വേണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി കേരള മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇത്. പക്ഷേ അതിന് ശ്രമിക്കാതെ നമ്മളൊരു പാക്കേജായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് പരിഗണിക്കേണ്ടതാണ്. എങ്കിൽ തന്നെയും പരിഗണിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമാണ് ഇവിടെ. ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 25 വർഷം പഴക്കമുള്ളതാണ് അങ്കമാലി പമ്പ റെയിൽവേ, ശബരിമല റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് കോസ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ കോസ്റ്റ് റിവൈസ് ചെയ്ത അവസരത്തിൽ ഇപ്പോൾ അതിന് വേണ്ടി വരുന്നത് 3,800 കോടി രൂപയാണ്. ആ 3,800 കോടി രൂപയിൽ 50% വരുന്ന 1,900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. അത് നേരത്തെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അങ്ങനെ 1,900 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്ന അവസരത്തിൽ കേരള ഗവൺമെൻറ് പറയുന്നത് 1,900 കോടി രൂപ വായ്പ എടുക്കാനായിട്ട് പ്രത്യേക അനുമതി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ത്രികക്ഷി കരാറിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനോടും കേരള ഗവൺമെൻറ് യോജിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽ ചെയ്യാതെ കിടക്കുന്ന ഒരു ഇഷ്യൂവിന് അങ്ങനെ റെയിൽവേ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അങ്കമാലി ശബരി റെയിൽവേക്ക് വേണ്ടി എന്ത്
പരിഹാരം കാണും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിലപ്പം ബഡ്ജറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡബിൾ ലൈനിൻ്റെ കാര്യം, തിരുവനന്തപുരം കന്യാകുമാരി ലൈനിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ചർച്ച ചെയ്ത്, പിന്നെ നമ്മുടെ പ്രത്യേക പാക്കേജിൻ്റെ കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വല്ലാത്തൊരു കടക്കണയിൽ അകപ്പെട്ടിരിക്കുകയാണ്. വായ്പ എടുക്കുക, ചിലവാക്കുക എന്നുള്ള ആ രീതി മാറിയിട്ട് ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻഗണന നൽകി റിസോഴ്സ് മൊബിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വരുമാനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം കേരള ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് വേണ്ടുന്ന സപ്പോർട്ടിങ് അസിസ്റ്റൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വഴിയും അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക പാക്കേജ് വഴിയും നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം. അതിപ്പോൾ ഉദാഹരണത്തിന് കിഫ്ബി വഴി വായ്പ എടുക്കുന്നുണ്ട്, സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി വഴി വായ്പ എടുക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രത്യേകം വായ്പ എടുക്കുക. വായ്പ എടുത്തിപ്പോൾ നമ്മുടെ കടബാധ്യത ഏകദേശം 4 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് നിങ്ങളുടെ ബോറോയിങ് ലിമിറ്റ് GDP-യുടെ 3% താഴ്ത്തണം. ഇപ്പോൾ അതിപ്പോൾ തോമസ് ഐസക്കും പറയുന്ന പോലെ 3.5% ഉയർത്തണം. അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ പുറത്തുനിന്ന് എടുക്കുന്ന കിഫ്ബിയുടെയും സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയുടെയും വായ്പ നമ്മൾ വായ്പയുടെ ഭാഗമാക്കാൻ പാടില്ല, ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്രമാത്രം അനുകൂലിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പിന്നെ 25-26 കാണും, 26-27 മുതൽ 16 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ അടുത്ത വർഷവും കൊടുക്കുന്നത് 15 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അലവൻസുകളൊന്നും ആ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള സാധ്യതയില്ല. GST കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പ്രത്യേക റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടാൻ സാധ്യതയില്ല. നോർമലായിട്ട് നികുതി വിഹിതത്തിൽ കിട്ടുന്ന അത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സ്ഥിതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേക പാക്കേജിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരും, അതുവഴി ഒന്നും കിട്ടാതെയും വരും. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ബഡ്ജറ്റിൻ്റെ ഫോളോ അപ്പ് ആയിട്ടെങ്കിലും വ്യക്തമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വിഹിതം ഇത്രയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്ര തരണം എന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ അറിവിൽ. വളരെ വ്യക്തവുമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവുമാണ് ഡോക്ടർ എൻ നിയതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിനതീതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണം, കൃത്യമായ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ തന്നെ ഡോക്ടർ മേരി ജോർജിൻ്റെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. അതിനു മുമ്പ് വ്യവസായ വാണിജ്യ ലോകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുകൂടി നമുക്ക് നോക്കാം. കേന്ദ്ര ബജറ്റിൽ ഇക്കുറി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. സാധാരണക്കാരുടെ കയ്യിൽ പൈസ കിട്ടിയാൽ മാത്രമേ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് വിപണിയെ ചലിപ്പിക്കാനാകൂ എന്ന് കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി പ്രസിഡന്റ് EM നജീബ് ചൂണ്ടിക്കാണിക്കുന്നു. ജനങ്ങൾക്ക് താങ്ങാനാകുന്ന രീതിയിൽ നികുതി ഘടനയിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. ഡെഫിനറ്റായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ബഡ്ജറ്റ് വരും എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ ചിലവാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ കയ്യിൽ പൈസ വരുള്ളൂ. ജനങ്ങളുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിൽ പൈസ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റൽ ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ റോഡാണെങ്കിലും റെയിലാണെങ്കിലും എയർ ആണെങ്കിലും നമ്മൾ വളരെയധികം താല്പര്യത്തോടുകൂടി പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചുകൂടി ഒരു ആക്സിലറേഷൻ ഉണ്ടാകണം. മറ്റുള്ള ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സും സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ സാലറീഡ് ആൾക്കാർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇൻകം ടാക്സ് ഇതിനകത്തൊരു ബെനിഫിറ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനകത്തൊരു ബെനിഫിറ്റ് ഉണ്ടാവും, ഈവൻ കോർപ്പറേറ്റ് ടാക്സിനകത്ത് പോലും ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടാക്സ് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യും എന്നുള്ളത് ഓൾറെഡി തന്നെ ഗവൺമെൻറ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക, ആൾക്കാരെ കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ലെവലിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, പെർസെൻറ്റേജ് റീസണബിൾ ആക്കിയിട്ട് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന ലെവലിൽ ടാക്സേഷൻ വരിക, അതാണ് ഒരു പ്രധാന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് 10.5 lakhs crores ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയുള്ള നടപടികളും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരികയാണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അല്ലാതെയുള്ള ഡെവലപ്മെൻറ്റ് ആണെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കോണമി കുറച്ചുകൂടി ബൂം ചെയ്യും. ഈ വന്ന ബ്രേക്ക് മാറ്റിയിട്ട് പെർസെൻറ്റേജ് ഓഫ്
ഇമ്പ്രൂവ്മെൻറ്റ് ഇൻക്രീസ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് സെൻട്രൽ ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്തവണ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഭീമ ജ്വല്ലറി ഉടമയും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ബി ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണത്തിലുണ്ടായ മാറ്റമാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവിലയിലെ വർധനവിന് കാരണം. ഇ-വേ ബില്ലുകൾ, GST എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റം മാത്രമേ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം അമൃത TV-യോട് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ നിർമ്മല സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്ററെ പോയി കാണുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് സ്വർണ്ണ ബുള്ളിയൻ്റെ ഇമ്പോർട്ട് നികുതി കുറയ്ക്കുകയുണ്ടായി. അത് കാരണം സ്വർണത്തിൻ്റെ വില നല്ലവണ്ണം കുറഞ്ഞു. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിന് വില കൂടിയതനുസരിച്ച് ഇവിടെയും കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എല്ലാവരുടെയും പ്രതീക്ഷ എന്ത് ആകും സ്വർണത്തിന് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ കുറയ്ക്കേണ്ടത് കുറച്ചു, ഇനി കുറയ്ക്കും എന്നുള്ളൊരു സാധ്യത ഞങ്ങളെ സംബന്ധിച്ചും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൂട്ടുന്ന ഒരു രീതിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഇതിനെപ്പറ്റിയുള്ള GSTയുടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ, അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇ-വേ ബില്ലിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്ത് മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സ്വർണ്ണാഭരണ മേഖലയിൽ ഇപ്പോഴുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ പറ്റി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്നെ സംബന്ധിച്ചുള്ള മൊത്തത്തിൽ ഈ വ്യാപാര മേഖല ഉള്ളവർക്ക് എല്ലാവർക്കും വരികില്ല എന്നുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരികില്ല എന്നുള്ളൊരു ആണ് ബോധ്യമുള്ളത്. അത് വരാനുള്ള ചാൻസും കുറവാണെന്ന് എൻ്റെ അഭിപ്രായം. ഹോട്ടൽ മേഖലയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് കേന്ദ്ര ബജറ്റിനായി കാത്തിരിക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. GST ഇളവാണ് ഹോട്ടൽ ബിസിനസ് രംഗത്തുള്ളവരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാലൻ അമൃത വാർത്തകളോട് പറഞ്ഞത്. കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്കും GST കൗൺസിലിനൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പ്രധാനമായിട്ടും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ GSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കും റെഗുലർ ടാക്സ് പേയേഴ്സിനും ഒരേ രീതിയിലാണ് ഇപ്പോൾ GST കളക്ട് ചെയ്യുന്നത്. അത് തെറ്റാണ്. കാരണം ഒന്ന്, ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരുത്തുന്നതാണ്. അതായത് അവരുടെ കയ്യിൽ നിന്ന് 5% ടാക്സ് കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കുന്നതാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ചെറിയ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം, 1.5 കോടി താഴെ വിറ്റുവരുള്ള ചെറിയ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഹിതത്തിൽ നിന്ന്, അവർക്ക് കിട്ടുന്ന ചെറിയൊരു ലാഭവിഹിതത്തിൽ നിന്ന് വേണം അവർ ടാക്സ് അടയ്ക്കാൻ. അതും 5% തന്നെ അടയ്ക്കണമെന്ന് പറയുമ്പോൾ അതൊരു തികച്ചും ന്യായമല്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. രണ്ടാമതൊരു കാര്യം, കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഹോട്ടൽ മേഖല, ഈ ഭക്ഷണ വിതരണ മേഖല ശരിക്കും MSMEയിൽ ഉൾപ്പെട്ടതാണ്. MSMEയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ MSMEയുടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. കോവിഡ് സമയം കോവിഡ് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പാക്കേജൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഹോട്ടൽ മേഖലയ്ക്കും, സർവീസ് മേഖലയാണ് ഹോട്ടൽ മേഖല എന്ന് പറയുന്നത്, സർവീസ് മേഖലയ്ക്കും ഈ പറയുന്ന പ്രൊഡക്ഷൻ മേഖലയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊന്ന് GST ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കാരണം പ്രൊഡക്ഷൻ സെക്ടറിൽ 1% GST ഉള്ളപ്പോൾ ഞങ്ങൾ 5% GST അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം സാധാരണക്കാർ കൊടുക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ വീടുകളുടെ ചാർജല്ല ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊഡക്ഷൻ സെക്ടറിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്കുള്ളിൽ ചാർജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 10 രൂപയ്ക്ക് ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരികയാണ്. ബജറ്റ് അവതരണത്തിന് ഇനി 15 മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രപതിയെ കണ്ടതിന് ശേഷം പാർലമെൻറ്റിൽ ബജറ്റ് അവതരണത്തിനായി എത്തിക്കഴിഞ്ഞു. നമുക്ക് ഡോക്ടർ മേരി ജോർജിലേക്ക് പോകാം. ഡോക്ടർ മേരി ജോർജ്, നേരത്തെ ഡോക്ടർ നിയതി ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിന് ഈ ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്ന് പറയുന്ന ഘട്ടത്തിൽ മുൻകാല അനുഭവങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയത്തിനതീതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ ദിശാബോധത്തോടുകൂടി, വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ഈ വിഷയത്തെ, വികസന വിഷയത്തെ സമീപിക്കണം എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. എന്താണ് ഡോക്ടർ മേരി ജോർജിന് ഇക്കാര്യത്തിൽ, ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്ന വിഷയത്തിലും അദ്ദേഹം മുന്നോട്ട് വച്ച ഈ പ്രധാനപ്പെട്ട നിർദ്ദേശത്തിലുമുള്ള അഭിപ്രായം? അതായത്
രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ തന്നെ നമ്മുടെ വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ വച്ച് നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തണം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. സംസ്ഥാന ഗവൺമെൻറ് ഒരു പക്ഷേ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അതീതമായി നൽകണമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. ഒന്നാമത്തെ കാര്യം വിഴിഞ്ഞം പ്രോജക്റ്റ് പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു PPP ആയിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അവഗണിക്കുന്ന ഒരു കാര്യമുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർത്തിയായാൽ, ഇപ്പോൾ 1ാം സ്റ്റേജ് പൂർത്തിയായി വലിയ തോതിൽ മദർഷിപ്പുകൾ വരികയും അതുപോലെ ഇന്ത്യയുടെ തന്നെ വാണിജ്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് കേരളത്തിൻ്റെ മാത്രം GSDPയിലല്ല വർധനവുണ്ടാക്കുന്നത്, അതിലും ഉപരി ഒരുപാട് കൂടുതലായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര GDPയിലും മാറ്റമുണ്ടാകും. അപ്പോൾ ആ വിഴിഞ്ഞം പ്രോജക്റ്റ് അതിൻ്റെ ആ പദ്ധതി രൂപരേഖ പോലെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു പുതിയ എക്കണോമിക് സോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും അതുപോലെ എല്ലാത്തരം വളർച്ച അപ്രോച്ച് റോഡുകൾ വരിക, ഒരു പ്രധാനപ്പെട്ട നഗരം തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു മെട്രോ നഗരം തന്നെ അവിടെ രൂപപ്പെടുക, ഇതൊക്കെ വളരെ നല്ലതാണ് ഇന്ത്യക്ക് മൊത്തമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള റിക്വസ്റ്റിൽ, അതായത് വിഴിഞ്ഞം പദ്ധതിയുമായി ചുറ്റിപ്പറ്റി ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാണ് ഇപ്പോഴും വിഴിഞ്ഞത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവരെ പുനരധിവാസം നടത്തിയിട്ടില്ല എന്നത്. അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ താല്പര്യമെടുക്കണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ തലത്തിലാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്, കേരളത്തിന് മാത്രമല്ല. അപ്പോൾ അതൊന്ന്. പിന്നെ ഈ സ്വർണ്ണ വ്യാപാര മേഖലയെപ്പറ്റി പറഞ്ഞത്, അതായത് എനിക്കും അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പാണ്. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി സ്വർണത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചു, ഈ പ്രാവശ്യം അത് വർദ്ധിപ്പിക്കുമെന്ന ധാരണ എനിക്കില്ല. ഇപ്പോൾ ആഗോളതലത്തിൽ സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുന്നത് പല അന്താരാഷ്ട്ര കാരണങ്ങൾ കൊണ്ടുമാണ്. അത് ഇനി ട്രംപ് ഭരണത്തിൽ വന്ന് ട്രംപിൻ്റെ ഡോളറിനെ ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ആഗോളതലത്തിൽ ഡോളറിനുള്ള ഡിമാൻഡ് കൂടുകയും സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയുകയും ചെയ്യും. കാരണം ഡോളർ ഒരു വിശ്വസനീയമായ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഡോളറിൽ ഇടുന്നതാണ് സേഫ് എന്ന് ലോകത്തിന് തോന്നണം. അതാണ് എല്ലാ കാലത്തും ലോകത്തിന് തോന്നിയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഡോളറിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്യും, സ്വർണത്തിൻ്റെ വില അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കോളിളക്കമൊന്നുമില്ലാതെ കയറ്റിറക്കങ്ങളില്ലാതെ അത് വരും. ആ തരത്തിലേക്ക് സ്വർണത്തിൻ്റെയും ഡോളറിൻ്റെയും വില വരിക എന്നുള്ളത് സാധാരണ രീതിയിൽ ലോകത്തിൻ്റെ സാധാരണ പോക്കിന് അനിവാര്യമാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില സെറ്റിൽ ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ, അതായത് സ്വർണത്തിൻ്റെ നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ GST 3% വജ്ര സ്വർണ്ണാഭരണ കയറ്റുമതിക്ക്. എന്തുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കില്ല? കാരണം നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്ങിൻ്റെ 20% തരുന്നത് സ്വർണ്ണ വജ്രാഭരണ കയറ്റുമതിയിൽ നിന്നാണ്. അതുമാത്രവുമല്ല, ഇന്ത്യയിൽ ഒരുപാട് തൊഴിൽ സൃഷ്ടിക്കുന്നു ആ ആഭരണ ഉൽപാദന രംഗം. അപ്പോൾ ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഇന്ത്യയിൽ ഈ സ്വർണത്തിൻ്റെ നികുതി കൂട്ടി, സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയൊക്കെ ആ മേഖലയെ തല്ലി തകർക്കാൻ ഒരു തരത്തിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകില്ല. അത് കാരണം സ്വർണത്തിൻ്റെ നികുതിയും മറ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിൽക്കുന്നതിനേക്കാളും അനുഗുണമായ രീതിയിൽ മാറ്റം വന്നാലേ നമുക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരു തരത്തിലും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 24,000 കോടിയുടെ പാക്കേജിനെ പറ്റി പറഞ്ഞു. ആ പാക്കേജ് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ, അതായത് വായ്പയുടെ കാര്യം തന്നെ എടുക്കാം. വായ്പയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് ആയിട്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തു നിന്ന് വായ്പ എടുക്കുകയും പിന്നെ 3%, അതായത് FRBM ആക്ട് അനുശാസിക്കുന്നതാണ് സംസ്ഥാനങ്ങൾ അവരുടെ ഓരോ വർഷത്തെയും കടം GSDPയുടെ 3% നിജപ്പെടുത്തണമെന്ന്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തെ രാഷ്ട്രീയമായി കണ്ടിട്ടല്ല, അത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയാം. സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു 5ാം ശമ്പള കമ്മീഷൻ കഴിഞ്ഞപ്പോൾ, അതായത് 97-98 ശമ്പള പരിഷ്കരണം കഴിഞ്ഞപ്പോൾ.
വീണ്ടും ഇന്ത്യ അന്ന് 1990 കടക്കണിയിലേക്ക് പോയതുപോലെ വീണ്ടും കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു FRBM നിയമം പാർലമെൻറ്റ് വഴി കൊണ്ടുവരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കുന്ന ആ നിയമം എന്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പാലിച്ചുകൂടാ? ഞങ്ങൾ അത് കൂടാതെ വേറെയും കടമെടുക്കുമെന്ന് വാശി പിടിക്കുന്ന എന്തിനാണ്? അത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് അതായത് കടമെടുക്കുന്നത് മൂലധന ചെലവിന് വേണ്ടി മാത്രം ചെലവഴിക്കണം എന്നാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത് ഡോക്ടർ ഐസക്കിനും ശ്രീ ബാലഗോപാലിനും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ CAG റിപ്പോർട്ട്, ഈ അടുത്ത കാലത്ത് വന്ന CAG റിപ്പോർട്ട് എന്താ പറയുന്നത്? കടമെടുത്തതിൻ്റെ 87% വരെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ചെലവഴിക്കുന്നു എന്ന് വെച്ചാൽ 13% മൂലധന ചെലവിന് ചെലവഴിക്കുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണത്. അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് കുട്ടിച്ചോറാക്കാമോ സംസ്ഥാന ധനസ്ഥിതി? അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നിയമം 3% നിർത്തുക. അതുപോലെ തന്നെയാണ് സഞ്ചിത കടം 29% നിർത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് രണ്ടിനും മാറ്റം വരുത്തണമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ് സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെയാണ് പറ്റിക്കുന്നത്. ആവശ്യമില്ലാതെ കടമെടുത്ത് ആ കടഭാരം വരുന്ന തലമുറകളിലേക്ക് കൂടി ഇട്ടുകൊടുത്ത് വികസനം നടക്കാതെ ഇരിക്കുക. അതായത് മൂലധന നിക്ഷേപം നടത്തിയാലല്ലേ വികസനം ഉണ്ടാവും. മൂലധന നിക്ഷേപം നടത്തുന്നതിന് വരെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് മുറവിളി കിട്ടുന്ന 5 ലക്ഷം ജീവനക്കാരുടെ പുറകെ പോവുക. അവരെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് 5 വർഷം ശമ്പള പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോവുക. അതല്ല വേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് പോലെ 10 വർഷ ശമ്പള പരിഷ്കരണത്തിൽ സംസ്ഥാന ഗവൺമെൻറ്, കേരള സംസ്ഥാന ഗവൺമെൻറ് കൂടി മുന്നോട്ട് പോകണം. അതിന് ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കണം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ശമ്പള പരിഷ്കരണമൊക്കെ മാറ്റിവെച്ച് കടമെടുക്കുന്നത് മൂലധന ചെലവിന് വേണ്ടി മാത്രം എന്ന ഒരു ഇച്ഛാശക്തി സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടാവുകയാണെങ്കിൽ പതുക്കെ ഇനി വളരെ കാലം കൊണ്ടേ നോർമൽസിയിലേക്ക് നമ്മുടെ മറ്റ് സദേൺ സ്റ്റേറ്റ്സ് കേരളം പോലെ തന്നെയല്ലേ, അവിടെയൊന്നും BJP ഗവൺമെൻറ് അല്ല ഭരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമാണ് വരുന്നത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുപോലെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിള്, കൂടുതൽ കടമെടുപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിന് മാത്രമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ ആണെങ്കിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഒറ്റ കാറ്റഗറിയിലാണ് വരിക, എല്ലാ നോംസും വെച്ച്. ആ നോംസൊക്കെ കേരളത്തിന് മാത്രമാണ് അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാം ബാധിച്ച ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി. പക്ഷേ കടക്കണിയിലേക്ക് പോകുന്നത് കേരളം മാത്രം, മറ്റ് സംസ്ഥാനങ്ങളൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്, കാര്യക്ഷമതയില്ലായ്മയാണ്, അനാവശ്യ ചെലവുകളും ധൂർത്തുമാണ്, ആവശ്യമില്ലാത്ത ശമ്പള പരിഷ്കരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനൊന്നും നമ്മൾ കേന്ദ്രത്തെ പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ കേന്ദ്രവും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അനാവശ്യമായി സെസ്സും സർചാർജും ഈടാക്കുക. അങ്ങനെ ഈടാക്കുമ്പോൾ അതും നമ്മളുടെ മേലെയാണ് വരുന്നത്, അതും നികുതികളാണ്. ആ നികുതികളും സാധാരണക്കാരുടെ പേരിലാണ് വരുന്നത്. പ്രത്യേകിച്ചും ആ നികുതികൾ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിനെയാണ്. അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിന് ഒരു താങ്ങ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേസ് ചെയ്യുക. ആ ഇൻകം ടാക്സിൻ്റെ റേറ്റ് കുറയ്ക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷേ സ്ലാബ് റേസ് ചെയ്തേക്കാം. അങ്ങനെ റേസ് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ കോർപ്പറേറ്റുകൾക്ക് 30% നിന്ന് 20% BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അവരുടെ നികുതികൾ കുറച്ചു. പക്ഷേ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വഴി കിട്ടുന്ന തുകയേക്കാൾ 10 മടങ്ങാണ് പേഴ്സണൽ ഇൻകം ടാക്സ് വഴി കിട്ടുന്നത്. ആരാണ് ഈ പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത്? മിഡിൽ ക്ലാസ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭാരം കുറച്ചു കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ ആ മാന്യം, അതായത് ഒരു മാന്യ സിറ്റുവേഷൻ ഈ വരുന്ന വർഷങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും കൂടി ഇക്കണോമിക് സർവേ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബജറ്റ് വരണം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രോജക്റ്റ് എയിംസിനെ പറ്റിയും കൂടി പറഞ്ഞോട്ടെ. എയിംസ് അനിവാര്യമായിട്ടും കേരളത്തിന് കിട്ടണം. എന്തുകൊണ്ട്? ഒന്നാമത് നമുക്ക് അർഹതയുണ്ട്. അതായത് ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നേടിയതിനേക്കാൾ ഉയർന്ന നേട്ടം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം.
അതാണ് നമ്മുടെ അർഹത. രണ്ടാമത് നമുക്ക് ആവശ്യമാണ് പിന്നെ ഈ പറയപ്പെട്ട എയിംസ്. എന്തുകൊണ്ട്? ഇവിടെ ആകെപ്പാടെ എല്ലാ തരം പുതിയ രോഗങ്ങളും, ലോകത്ത് എവിടെ ഒരു പുതിയ രോഗമുണ്ടായോ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യും, അത് തൊട്ടടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലായിരിക്കും. കാരണം മലയാളികൾ എല്ലായിടത്തും ഉണ്ട്, ആ രോഗം ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മുടെ വാട്ടർ കോഴ്സസ് ഒക്കെ പൊള്യൂട്ടഡാണ്. അതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ക്യൂറേറ്റീവ് മെഡിസിൻസും ആദ്യം തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻസ്, ഈ പുതിയ രോഗങ്ങൾക്ക് വേണ്ടി പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഗവേഷണം കൊണ്ട് കണ്ടെത്തണം, ക്യൂറേറ്റീവ് മെഡിസിൻസും കണ്ടെത്തണം. അതിന് ഒരു എയിംസ് ഉണ്ടെങ്കിൽ മാത്രം സ്വകാര്യ മെഡിക്കൽ കോളേജുകളോ ഒന്നും തന്നെ അങ്ങനെ ഗവേഷണ രംഗത്ത് പണം ചെലവഴിക്കില്ല. അതുകൊണ്ട് അവർക്ക് നേരിട്ട് പ്രയോജനമില്ല. അതേ സമയത്ത് ഒരു എയിംസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മൊത്തമായും ഗുണം ചെയ്യും. അങ്ങനെയുള്ള ഒരവസ്ഥ. അതുകൊണ്ടാണ് എയിംസ് നമുക്ക് ഒന്നാമത് നമുക്ക് അർഹതയുണ്ട്, രണ്ടാമത് നമുക്കത് ആവശ്യമാണിപ്പോൾ. കേരളമാണ് എല്ലാ രോഗങ്ങളുടെയും ഒരു ഹബ്ബായിട്ടിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ബജറ്റ് കേരളത്തോട് കുറച്ചുകൂടി മര്യാദ പുലർത്തണം, ഒരു എയിംസ് കൊടുക്കണം. അതുപോലെ തന്നെ നോക്കൂ, ആദ്യ ബജറ്റിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ് ട്രഡീഷനെ വിജയിപ്പിക്കുകയെന്ന്. എന്താ ഈ ട്രഡീഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ഇപ്പോൾ പൂർത്തീകരിച്ച അമ്പലം, അതായത് രാമക്ഷേത്രം. ആ രാമക്ഷേത്രം ഒരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ പോലെ ഒന്നാണല്ലോ അങ്കമാലി ശബരി റെയിൽപാത എന്ന് പറയുന്നത്. ആരാധനാലയത്തിലേക്ക് പോകാനുള്ളതാണ് ശബരി അങ്കമാലി അത് തന്നെ റെയിൽപാത. ആ റെയിൽപാത എത്രയോ വർഷം കൊണ്ട് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം നരേന്ദ്രമോദി തന്നെ ആദ്യ ബജറ്റിൽ പറഞ്ഞതാണ് 2014 ഞാൻ 5 T കൊണ്ട് ഇന്ത്യയെ വികസിപ്പിക്കുമെന്ന്. ഏതായിരുന്നു 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ആ ട്രഡീഷനിൽ പെട്ടതാണ് അങ്കമാലി ശബരി റെയിൽപാത. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് പിന്നെ പ്രഖ്യാപനങ്ങൾ പോരാ, ഓരോ പ്രഖ്യാപനവും നടപ്പിലാക്കണം. അപ്പോഴാണ് വികസനം സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരിക. അങ്ങനെ യാഥാർത്ഥ്യമായി വികസനം വേണമെന്നുണ്ടെങ്കിൽ ഈ തരം പ്രഖ്യാപനങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുത്ത് മുന്നേറണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് ഒരു നല്ല വിഹിതം, കേരളം ആഗ്രഹിക്കുന്ന 24,000 crore എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അത് തരാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുമുണ്ട്. അപ്പോൾ അതിൽ രാഷ്ട്രീയം കാണാതെ അത് നീഡ് ബേസ്ഡ് ആണ് എന്ന് കാണാനുള്ള നന്മ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ അത് കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ സഹായത്തോടു കൂടി വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുക, ശബരി റെയിൽ യാഥാർത്ഥ്യമാക്കുക, എയിംസ് യാഥാർത്ഥ്യമാക്കുക. അങ്ങനെ കേരളത്തെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. ഇതാണ് വേണ്ടത്. ഡോക്ടർ മേരി ജോർജ്, അതറിയാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. 1 മിനിറ്റിൽ താഴെ സമയം മാത്രം. നേരത്തെ ഔദ്യോഗികമായ അറിയിപ്പുകൾ അനുസരിച്ചാണെങ്കിൽ 11 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ആ 11 മണിക്ക് ഇനി 1 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റ്, തുടർച്ചയായുള്ള ധനമന്ത്രി എന്ന രീതിയിലുള്ള 8ാമത്തെ ബജറ്റ്, 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2ാമത്തെ ബജറ്റ്, ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ്, 3ാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ്. എന്തായാലും രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. രാജ്യം മാത്രമല്ല, വിദേശ രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വാർഷിക ബജറ്റിനെ ഉറ്റുനോക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം പല രാജ്യങ്ങളെയും ഇതിനകം തന്നെ പല രാജ്യങ്ങളിലും പിടിമുറുക്കി കഴിഞ്ഞു. പല രാജ്യങ്ങളും ആ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ ബജറ്റിനെ നോക്കിക്കാണുക, ബജറ്റ് അവതരിപ്പിക്കുക? ഇതാ പാർലമെന്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. माननीय सदस्यगण, आइटम नंबर 1 श्रीमती निर्मला सीतारमन वित्त मंत्री എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. सदस्यगण, बजट के बाद राज्यपाल अभिभाषण में आपको पर्याप्त अवसर दूंगा. मेरा आपसे निवेदन है
अखिलेश जी, आपने संसद की मर्यादा को आप बना के रखे हैं। कभी बजट भाषण के अंदर इस तरीके का नहीं हुआ। ये उचित नहीं है, ये उचित नहीं है। अखिलेश जी प्लीज, मैं आपको मौका दूंगा राज्यपाल अभिभाषण पे, प्लीज। नो, ये तरीका ठीक नहीं है। नो, राज्यपाल अभिभाषण पे चर्चा होगी। नो तरीका। Honorable Speaker, I present the budget for 25-26. This budget continues our government's efforts to A. Accelerate growth, B. Secure inclusive development, C. Invigorate private sector investments, D. Uplift household sentiments, and E. Enhance spending power of India's rising middle class. Together, we embark on a journey to unlock our nation's tremendous potential for greater prosperity and global positioning under the leadership of Honorable Prime Minister Shri Narendra Modi. As we complete the first quarter of the 21st century, continuing geopolitical headwinds suggest lower global economic growth over the medium term. However, our aspiration for a Vikasit Bharat inspires us, and the transformative work we have done during our government's first 2 terms guides us to march forward resolutely. Our economy is the fastest growing among all major economies. Our development track record for the past 10 years and structural reforms have drawn global attention. Confidence in India's capability and potential has only grown in this period. We see the next 5 years as a unique opportunity to realize Sabka Vikas, stimulating balanced growth of all regions. The great Telugu poet and playwright Gurujada Apparao had said, "Deshamante matti kadoy, deshamante manushuloy," meaning a country is not just its soil, a country is its people. In line with this, for us, Vikasit Bharat encompasses zero poverty, 100% quality good school education, access to high quality, affordable and comprehensive health care, 100% skilled labor with meaningful employment, 70% women in economic activities, and farmers making our country the food basket of the world. In this budget, the proposed development measures span 10 broad areas focusing on Garib, youth, Annadata and Nari, spurring agricultural growth and productivity, building rural prosperity and resilience, taking everyone together on an inclusive growth path, boosting manufacturing and furthering Make in India, supporting MSMEs, enabling employment-led development, investing in people, economy and innovation, securing energy supplies, promoting exports and nurturing innovation. For this journey of development, our 4 powerful engines are agriculture, MSME, investments and exports. The fuel, our reforms, our guiding spirit, inclusivity, and the destination, Vikasit Bharat. This budget aims to initiate transformative reforms across 6 domains. During the first 5 years, these will augment our growth potential and global competitiveness. The domains are taxation, power sector, urban development, mining, financial sector, and regulatory reforms. Agriculture as the first engine. Now I move to specific proposals, beginning with agriculture as the first engine.
Prime Minister Dhan Dhanya Krishi Yojana, Developing Agri-Districts Program. Motivated by the success of the Aspirational District Program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. Through the convergence of existing schemes and specialized measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. It aims to 1. Enhance agricultural productivity, 2. Adopt crop diversification and sustainable agricultural practices, 3. Augment post-harvest storage at the panchayat and block level, 4. Improve irrigation facilities, and 5. Facilitate availability of long-term and short-term credit. This program is likely to help 1.7 crore farmers. Building rural prosperity and resilience. A comprehensive multi-sectoral rural prosperity and resilience program will be launched in partnership with the states. This will address underemployment in agriculture through skilling, investment, technology, and invigorating the rural economy. The goal is to generate ample opportunities in rural areas so that migration is an option but not a necessity. The program will focus on rural women, young farmers, rural youth, marginal and small farmers, and landless families. The details are in Annexure A. Domestic best practices will be incorporated, and appropriate technical and financial assistance will be sought from multilateral development banks. In phase 1, 100 developing agri-districts will be covered. Atmanirbharta in pulses. Our government is implementing the National Mission for Edible Oilseed for achieving Atmanirbharta in edible oils. Our farmers have the capability to grow enough for our needs and more. 10 years ago, we made concerted efforts and succeeded in achieving near self-sufficiency in pulses. Farmers responded to the need by increasing the cultivated area by 50%, and government arranged for procurement and remunerative prices. Since then, with rising incomes and better affordability, our consumption of pulses increased significantly. Our government will now launch a 6-year mission for Atmanirbharta in pulses with a special focus on Tuar, Urad, and Masoor. Details are in Annexure B. Central agencies such as NAFED and NCCF will be ready to procure these 3 pulses as much as offered during the next 4 years from farmers who register with these agencies and enter into agreements. Comprehensive program for vegetables and fruits. It is encouraging that our people are increasingly becoming aware of their nutritional needs. It is a sign of a society becoming healthier. With rising income levels, the consumption of vegetables, fruits, and Shri Anna is increasing significantly. A comprehensive program to promote production, efficient supplies, processing, and remunerative prices for farmers will be launched in partnership with the states. Appropriate institutional mechanisms for implementation and participation of farmer producer organizations and cooperatives will be set up. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition, and marketing of Makhana. The people engaged in these activities will be organized into FPOs. The board will provide hand-holding and training support to Makhana farmers and will also work to ensure they receive the benefits of all relevant government schemes.
a national mission on high-yielding seeds will be launched, aimed at 1. Strengthening research ecosystem, 2. Targeted development and propagation of seeds with high yield, pest resistance, and climate resilience, and 3. Commercial availability of more than 100 seed varieties released since July 2024. India ranks second largest globally in fish production and aquaculture. Seafood exports are valued at 60,000 crore rupees. To unlock the untapped potential of the marine sector, our government will bring in an enabling framework for sustainable harnessing of fisheries from Indian exclusive economic zone and high seas, with a special focus on the Andaman and Nicobar and Lakshadweep Islands. For the benefit of lakhs of cotton growing farmers, I am pleased to announce a mission for cotton productivity. This 5-year mission will facilitate significant improvements in productivity and sustainability of cotton farming and promote extra long staple cotton varieties. The best of science and technology support will be provided to farmers. Aligned with our integrated 5F vision for the textile sector, this will help in increasing incomes of the farmers and ensure a steady supply of quality cotton for rejuvenating India's traditional textile sector. Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen, and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. For Atmanirbharta in urea production, our government had reopened 3 dormant urea plants in the eastern region. To further augment urea supply, a plant with annual capacity of 12.7 lakh metric tons will be set up at Namrup in Assam. India Post, with 1.5 lakh rural post offices, complemented by the India Post Payment Bank and a vast network of 2.4 lakh Dak Sevaks, will be repositioned to act as a catalyst for the rural economy. Details are at Annexure C. India Post will also be transformed as a large public logistics organization. This will meet the rising needs of Vishwakarmas, new entrepreneurs, women, self-help groups, MSMEs, and the large business organizations. Our government will provide support to NCDC for its lending operations for the cooperative sector. MSMEs as the second engine. Now I move to MSMEs as the second engine, which encompasses manufacturing and services with a focus on MSMEs numbering 5.7 crores. Currently, over 1 crore registered MSMEs, employing 7.5 crore people and generating 36% of our manufacturing, have come together to position India as a global manufacturing hub. With their quality products, these MSMEs are responsible for 45% of our exports. To help them achieve higher efficiencies of scale, technological upgradation, and better access to capital, the investment and turnover limits for classification of all MSMEs will be enhanced to 2.5 and 2 times respectively. This will give them the confidence to grow and generate employment for our youth. The details are given in Annexure D. To improve access to credit, the credit guarantee cover will be enhanced. First,
for micro and small enterprises from 5 crore to 10 crore rupees, leading to additional credit of 1.5 lakh crores in the next 5 years. Second, for startups from 10 crore rupees to 20 crore rupees, with the guarantee fee being moderated to 1% for loans in 27 focus sectors which are important for Atmanirbhar Bharat. And for well-run exporter MSMEs, for term loans up to 20 crore rupees. Also for the micro enterprises, we will introduce customized credit cards with a 5 lakh rupee limit for micro enterprises registered on Udyam portal. In the first year, 10 lakh such cards will be issued. Fund of funds for startups. The alternate investment fund, AIFs, for startups have received commitments of more than 91,000 crores rupees. These are supported by the fund of funds set up with the Government of India's contribution of 10,000 crore rupees. Now, a new fund of funds with expanded scope and a fresh contribution of another 10,000 crore rupees will be set up. A new scheme will be launched for 5 lakh women, scheduled castes and scheduled tribes, first-time entrepreneurs. This will provide term loans up to 2 crore rupees during the next 5 years. The scheme will incorporate lessons from the successful Stand Up India scheme. Online capacity building for entrepreneurship and managerial skills will also be organized. Measures for labor-intensive sectors. To promote employment and entrepreneurship opportunities in labor-intensive sectors, our government will undertake specific policy and facilitation measures. To enhance the productivity, quality, and competitiveness of India's footwear and leather sector, a focused product scheme will be implemented. The scheme will support design capacity, component manufacturing, and machinery required for production of non-leather quality footwear, besides the support for leather footwear and products. The scheme is expected to facilitate employment for 22 lakh persons, generate over 4 lakh crore rupees, and exports of over 1.1 lakh crore rupees. Measures for the toys sector. Building on the National Action Plan for Toys, we will implement a scheme to make India a global hub for toys. The scheme will focus on development of clusters, skills, and a manufacturing ecosystem that will create high-quality, unique, innovative, and sustainable toys that will represent the Made in India brand. Support for food processing. In line with our commitment towards Purvodaya, we will establish a National Institute of Food Technology, Entrepreneurship and Management in Bihar. The institute will provide a strong fillip to food processing activities in the entire eastern region. This will result in 1. Enhanced income for the farmers through value addition to their produce, and 2. Skilling entrepreneurship and employment opportunities for the youth. Manufacturing mission, furthering Make in India. Our government will set up a national manufacturing mission covering small, medium, and large industries for furthering Make in India by providing policy support, execution roadmaps, governance, and monitoring framework for central ministries and states. Details are in Annexure E. Given our commitment to climate-friendly development, the mission will also support clean tech manufacturing. This will aim to improve domestic value addition,
and build our ecosystem for solar PV cells, EV batteries, motors and controllers, electrolyzers, wind turbines, very high voltage transmission equipment and grid scale batteries. Investment as the third engine. Now I move to investment as the third engine, which encompasses investing in people, investing in the economy, and investing in innovation. Investing in people. Saksham Anganwadi and Poshan 2.0. Saksham Anganwadi and Poshan 2.0 program provides nutritional support to more than 8 crore children, 1 crore pregnant women and lactating mothers all over the country, and about 20 lakh adolescent girls in aspirational districts and the Northeast region. The cost norms for these nutritional support will be enhanced appropriately. Atal Tinkering Labs. 50,000 Atal Tinkering Labs will be set up in government schools in the next 5 years to cultivate the spirit of curiosity and innovation and foster a scientific temper among young minds. Broadband connectivity to government secondary schools and PHCs. Broadband connectivity will be provided to all government secondary schools and primary health centers in rural areas under the BharatNet project. Bharatiya Bhasha Pustak Scheme. We propose to implement a Bharatiya Bhasha Pustak scheme to provide digital form Indian language books for schools and for higher education. This aims to help students understand their subjects better and in their language. National Centers of Excellence for Skilling. Building on the initiative announced in the July 24 budget, 5 national centers of excellence for skilling will be set up with global expertise and partnerships to equip our youth with the skills required for Make for India, Make for the World manufacturing. The partnership will cover curriculum design, training of trainers, and a skills certification framework and periodic reviews. Expansion of capacity in IITs. Total number of students in 23 IITs has increased 100% from 65,000 to 1.35 lakh in the past 10 years. Additional infrastructure will be created in the 5 IITs started after 2014 to facilitate education for 6,500 more students. Hostel and other infrastructure capacity at IIT Patna will also be expanded. Center of Excellence. Center of Excellence in AI for Education. I had announced 3 centers of excellence in artificial intelligence for agriculture, health, and sustainable cities in 2023. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. Expansion of medical education. Our government has added almost 1.1 lakh undergraduate and postgraduate medical education seats in 10 years, an increase of 130%. In the next year, 10,000 additional seats will be added in medical colleges and hospitals towards the goal of adding 75,000 seats in the next 5 years. Daycare cancer centers in all district hospitals. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years.
200 centers will be established in 25-26 itself. Strengthening urban livelihoods. Our government has been giving priority to assisting urban poor and vulnerable groups. A scheme for socio-economic upliftment of urban workers will be implemented to help them improve their incomes, have sustainable livelihoods, and a better quality of life. PM Swanidhi scheme has benefited more than 68 lakh street vendors, giving them respite from high-interest informal sector loans. Building on this success, the scheme will be revamped with enhanced loans from banks, UPI-linked credit cards with 30,000 rupees limit, and capacity building support. Social Security scheme for welfare of online platform workers. Gig workers of online platforms provide great dynamism to the new age services economy. Recognizing their contribution, our government will arrange for their identity cards and registration on the e-Shram portal. They will be provided health care under PM Jan Arogya Yojana. This measure is likely to assist nearly 1 crore gig workers. Investing in the economy. Public-private partnership in infrastructure. Each infrastructure-related ministry will come up with a 3-year pipeline of projects that can be implemented in PPP mode. States will also be encouraged to do so and can seek support from the India Infrastructure Project Development Fund, which is a scheme to prepare PPP proposals. Support to states for infrastructure. An outlay of 1.5 lakh crore is proposed for the 50-year interest-free loans to states for capital expenditure and incentives for reforms. Building on the success of the first asset monetization plan announced in 2021, the second plan for 2025 to 30 will be launched to plow back capital of 10 lakh crore in new projects. Regulatory and fiscal measures will be fine-tuned to support the plan. Jal Jeevan Mission. Since 2019, 15 crore households representing 80% of India's rural population have been provided access to portable tap water connections. To achieve 100% coverage, I am pleased to announce the extension of this mission until 2028 with an enhanced total outlay. The mission's focus will be on the quality of infrastructure and O&M of rural piped water supply schemes through Jan Bhagidari. A separate MOU or separate MOUs will be signed with the states and union territories to ensure sustainability and citizen-centric water services delivery. Urban sector reforms. Building on the July budget proposals, urban sector reforms related to governance, municipal services, urban land, and planning will be incentivized. Urban Challenge Fund. The government will set up an urban challenge fund of 1 lakh crore rupees to implement the proposals for cities as growth hubs, creative redevelopment of cities, and for water and sanitation purposes announced in the July budget. This fund will finance up to 25% of the cost of bankable projects, with a stipulation that at least 50% of the cost is funded from bonds, bank loans, and PPPs. An allocation of 1,000 crore is proposed in 2025-26. Power sector reforms. We will incentivize electricity distribution reforms and augmentation of intrastate transmission capacity by states. This will improve financial health and capacity of electricity companies.
Additional borrowing of 0.5% of GSDP will be allowed to states contingent on these reforms. Nuclear energy mission for Vikasit Bharat. Development of at least 100 gigawatt of nuclear energy by 2047 is essential for our energy transition efforts. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. A nuclear energy mission for research and development of small modular reactors with an outlay of 20,000 crore will be set up. At least 5 indigenously developed small modular reactors will be operationalized by 2033. Shipbuilding. The shipbuilding financial assistance policy will be revamped to address cost disadvantages. This will also include credit notes for shipbreaking in Indian yards to promote the circular economy. Large ships above a specified size will be included in the infrastructure harmonized master list. Shipbuilding clusters will be facilitated to increase the range, categories, and capacity of ships. This will include additional infrastructure, facilities, skilling, and technology to develop the entire ecosystem. Maritime Development Fund. For long-term financing for the maritime industry, a Maritime Development Fund with a corpus of 25,000 crore rupees will be set up. This will be for distributed support and promoting competition. This will have up to 49% contribution by the government, and the balance will be mobilized from ports and from private sector. UDAN regional connectivity schemes. UDAN has enabled 1.5 crore middle-class people to meet their aspirations for speedier travel. The scheme has connected 88 ports, airports, and operationalized 619 routes. Inspired by that success, a modified UDAN scheme will be launched to enhance regional connectivity to 120 new destinations and carry 4 crore passengers in the next 10 years. 4 crore additional passengers in the next 10 years. The scheme will also support helipads and smaller airports in hilly, aspirational, and northeast regional districts. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. Western Kosi Canal project in Mithilanchal. Financial support will be provided for the Western Kosi Canal ERM project, benefiting a large number of farmers cultivating over 50,000 hectares of land in the Mithilanchal region of Bihar. Mining sector reforms. Mining sector reforms, including those for minor minerals, will be encouraged through sharing of best practices and institutions of a state mining index. A policy for recovery of critical minerals from tailings will be brought out. Under the special window for affordable and mid-income housing, SWAMI, 50,000 dwelling units in stressed housing projects have been completed and keys handed over to home buyers.
Another 40,000 units will be completed in 2025, further helping middle-class families who are paying EMIs on loans taken for apartments while also paying rent for their current dwellings. Building on this success, Swami Fund 2 will be established as a blended finance facility with contribution from the government, banks and private investors. This fund of 15,000 crore rupees will aim for expeditious completion of another 1 lakh units. PM Gati Shakti data for private sector. For furthering PPPs and assisting the private sector in project planning, access to relevant data and maps from the PM Gati Shakti portal will be provided. Tourism for employment-led growth. Top 50 tourist destination sites in the country will be developed in partnership with states through a challenge mode. Land for building key infrastructure will have to be provided by the states. Hotels in these destinations will be included in the infrastructure harmonized list. The following measures will be taken for facilitating employment-led growth. Organizing intensive skill development programs for our youth, including in institutes of hospitality management. Providing mudra loans for homestays. Improving ease of travel and connectivity to tourist destinations. Providing performance-linked incentives to states for effective destination management, including tourist amenities, cleanliness, and marketing efforts, and introducing streamlined e-visa facilities along with visa fee waivers for certain tourist groups. Continuing with the emphasis on places of spiritual and religious significance in the July budget, there will be a special focus on destinations related to the life and times of Lord Buddha. Medical tourism and heal in India. Medical tourism and heal in India will be promoted in partnership with the private sector along with capacity building and easier visa norms. Investing in innovation. To implement private sector-driven research, development and innovation initiatives announced in the July budget, I am now allocating 20,000 crore rupees for this purpose. A deep tech fund of funds will also be explored to catalyze the next generation startups as a part of this initiative. In the next 5 years, under the PM Research Fellowship Scheme, we will provide 10,000 fellowships for technological research in IITs and IISc with enhanced financial support. The second gene bank with 10 lakh germplasm lines will be set up for future food and nutritional security. This will provide conservation support to both public and private sectors for genetic resources. We will start a national geospatial mission to develop foundational geospatial infrastructure and data. Using PM Gati Shakti, this mission will facilitate modernization of land records, urban planning, and design of infrastructure projects. A Gyan Bharatam mission for survey, documentation, and conservation of our manuscript heritage with academic institutions, museums, libraries, and private collectors will be undertaken to cover more than 1 crore manuscripts. We will set up a national digital repository of Indian knowledge systems for knowledge sharing. Now I move to exports as the fourth engine. We will set up an export promotion mission with sectoral and ministerial targets driven jointly by the Ministries of Commerce, MSME, and Finance.
It will facilitate easy access to export credit, cross-border factoring support, support to MSMEs to tackle non-tariff measures in overseas markets. A digital public infrastructure, Bharat Trade Net, for international trade will be set up as a unified platform for trade documentation and financing solutions. This will complement the Unified Logistics Interface platform. The BTN will be aligned with international practices. Support will be provided to develop domestic manufacturing capacities for our economy's integration with global supply chains. Sectors will be identified based on objective criteria. Facilitation groups with participation of senior officers and industry representatives will be formed for select products and supply chains. Through this, there are huge opportunities related to Industry 4.0, which needs high skills and talent. Our youth have both. Our government will support the domestic electronic equipment industry to leverage this opportunity for the benefit of our youth. A national framework will be formulated as guidance to states for promoting global capability centers in emerging Tier 2 cities. This will suggest measures for enhancing availability of talent and infrastructure, building bylaw reforms, and mechanisms for collaboration with industry. Our government will facilitate upgradation of infrastructure and warehousing for air cargo, including high-value perishable horticultural produce. Cargo screening and customs protocol will be streamlined and made user-friendly. Reforms as the fuel. Over the past 10 years, our government has implemented several reforms for convenience of taxpayers, such as faceless assessment, 2, taxpayer charter, 3, faster returns, 4, almost 99% returns being on self-assessment, and 5, Vivad Se Vishwas scheme. Continuing these efforts, I reaffirm the commitment of the tax department to trust first, scrutinize later. I also propose to introduce the new income tax bill next week. I will detail the indirect tax reforms and changes in direct taxes in Part B. Financial sector reforms. The FDI limit for the insurance sector will be raised from 74 to 100%. This enhanced limit will be available for those companies which invest the entire premium in India. The current guardrails and conditionalities associated with foreign investment will be reviewed and simplified. The services of India Post Payment Bank will be deepened and expanded in rural areas. NABFID will set up a partial credit enhancement facility for corporate bonds for infrastructure. Public sector banks will develop Grameen Credit Score framework to serve the credit needs of SHG members and people in rural areas. A forum for regulatory coordination and development of pension products will be set up. To implement the earlier announcement on simplifying the KYC processes, the revamped Central KYC Registry will be rolled out in 2025. We will also implement a streamlined system for periodic updating. Requirements and procedures for speedy approval of company mergers will be rationalized. The scope for fast-track mergers will also be widened and the process made simpler. As proposed in the interim budget, we signed bilateral investment treaties with 2 countries in 2024.
To encourage sustained foreign investment and in the spirit of First Develop India, the current model BIT will be revamped and made more investor friendly. In the last 10 years, in several aspects, including financial and non-financial, our government has demonstrated a steadfast commitment to ease of doing business. We are determined to ensure that our regulations must keep up with technological innovations and global policy developments. A light touch regulatory framework based on principles and trust will unleash productivity and employment. Through this framework, we will update regulations that were made under old laws. To develop this modern, flexible, people-friendly, and trust-based regulatory framework appropriate for the 21st century, I propose 4 specific measures. A high-level committee for regulatory reforms will be set up for a review of all non-financial sector regulations, certifications, licenses, and permissions. The committee will be expected to make recommendations within a year. The objective is to strengthen trust-based economic governance and take transformational measures to enhance ease of doing business, especially in matters of inspection and compliances. States will be encouraged to join in this endeavor. An investment friendliness index of states will be launched in 2025 to further the spirit of competitive, cooperative federalism. Under the Financial Stability and Development Council, a mechanism will be set up to evaluate impact of the current financial regulations and subsidiary instructions. It will also formulate a framework to enhance their responsiveness and development of the financial sector. In the Jan Vishwas Act 2023, more than 180 legal provisions were decriminalized. Our government will now bring up the Jan Vishwas Bill 2.0 to decriminalize more than 100 provisions in various laws. I now move to fiscal policy. In the July budget, I had committed to staying the course for fiscal consolidation. Our endeavor will be to keep the fiscal deficit each year such that central government gains on a declining path as a percentage of the GDP. The roadmap for the next 6 years has been detailed in the FRBM statement. Revised estimates for 2024-25. The revised estimate of the total receipts other than borrowings is 31.47 lakh crore rupees, of which the net tax receipts are 25.57 lakh crore rupees. The revised estimate of the total expenditure is 47.16 lakh crore rupees, of which the capital expenditure is about 10.18 lakh crore rupees. The revised estimate of the fiscal deficit is 4.8% of the GDP. Budget estimates for 25-26. Coming to 25-26, the total receipts other than borrowings and total expenditure are estimated at 34.96 lakh crore rupees and 50.65 lakh crore rupees respectively. The net tax receipts are estimated at 28.37 lakh crore rupees. The fiscal deficit is estimated to be 4.4% of GDP. To finance the fiscal deficit, the net market borrowings from dated securities are estimated at 11.54 lakh crore. The balance financing is expected to come from small savings and other sources. The gross market borrowings are estimated at 14.82 lakh crore rupees. I will now move to Part B. Indirect taxes. My proposals relating to customs aim to rationalize tariff structure,
and address duty inversion. These will also support domestic manufacturing and value addition, promote exports, facilitate trade, and provide relief to common people. Rationalization of customs tariff structure for industrial goods. As a part of comprehensive review of customs rate structure announced in July 2024 budget, I propose to 1. Remove 7 tariff rates. This is over and above the 7 tariff rates removed in 23-24 budget. After this, there will be only 8 remaining tariff rates, including 0 rate. 2. Apply appropriate cess to broadly maintain effective duty incidence, except on a few items where such incidence will reduce marginally. 3. Levy not more than 1 cess or surcharge. Therefore, I propose to exempt social welfare surcharge on 82 tariff lines that are subject to a cess. I shall now take up sector-specific proposals. To provide relief to patients, particularly those suffering from cancer, rare diseases, and other severe chronic diseases, I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. Specified drugs and medicines under patient assistance programs run by the pharmaceutical companies are fully exempt from BCD, provided the medicines are supplied free of cost to the patients. I propose to add 37 more medicines along with 13 new patient assistance programs. Support to domestic manufacturing and value addition. Minerals. In the July 2024 budget, I had fully exempted BCD on 25 critical minerals that are not domestically available. I had also reduced BCD of 2 other such minerals to provide a major fillip to their processing, especially by MSMEs. Now, I propose to fully exempt cobalt powder and waste, the scrap of lithium-ion battery, lead, zinc, and 12 more critical minerals. This will help secure their availability for manufacturing in India and promote more jobs for our youth. To promote domestic production of technical textile products such as agro-textiles, medical textiles, and geotextiles at competitive prices, I propose to add 2 more types of shuttle-less looms to the list of fully exempted textile machinery. I also propose to revise the BCD rate on knitted fabrics covered by 9 tariff lines from 10 or 20 to 20% or 115 rupees per kg, whichever is higher. Electronic goods. In line with our Make in India policy and to rectify inverted duty structure, I propose to increase the BCD on interactive flat panel display from 10% to 20% and reduce the BCD to 5% on open cell and other components. In 23-24 budget, for the manufacture of open cells of LCD, LED TVs, I had reduced the BCD on parts of open cells from 5% to 2.5%. To further boost the manufacture of such open cells, the BCD on these parts will now stand exempted. Lithium-ion battery. To the list of exempted capital goods, I